സിപിഐഎമ്മിനെ ആശങ്കയിലാക്കി പി വി അൻവറിന്റെ നിലമ്പൂർ പൊതുസമ്മേളനത്തിലെ ജനപങ്കാളിത്തം ജനക്കൂട്ടത്തെ കാര്യമാക്കുന്നില്ലെന്ന് പറഞ്ഞാണ് സിപിഐഎം പ്രതിരോധമെങ്കിലും പി വി അൻവറിന്റെ തുടർ നീക്കങ്ങളെ ജാഗ്രതയോടെയാണ് പാർട്ടി കാണുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനമുയർത്തി പി വി അൻവർ ഇന്നും രംഗത്തെത്തി. പി വി അൻവറിന്റെ ആദ്യ പൊതുസമ്മേളനത്തിന് പ്രതീക്ഷിച്ചതിലുമപ്പുറം ജനാവലി എത്തിയതും ഇടതുപക്ഷ പ്രവർത്തകരുടെ പങ്കാളിത്തവും സിപിഎമ്മിന് ക്ഷീണമാണ്. എന്നാൽ ആ ജനക്കൂട്ടത്തെ കാര്യമാക്കുന്നില്ലെന്നാണ് സിപിഎം നേതാക്കൾ പറയുന്നത്. പി വി അൻവറിന്റെ നീക്കങ്ങൾ ഗൗരവമായി കാണേണ്ടെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇങ്ങനെയൊക്കെയുള്ള എത്രയോ സംഭവങ്ങളും അനുഭവങ്ങളില്ലേ, അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വേവലാതിയില്ല. ഈ ഒരു പൊതുയോഗം എന്ന് പറഞ്ഞ സമയത്ത് പലരും വന്നു കൂടും, എന്താണ് പറയുന്നത് കേൾക്കും. പ്രത്യേകിച്ച് CPM-നെതിരായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാകും. അപ്പം അതിലൊരു പ്രത്യേകതയൊന്നും CPM-ഓ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കാണുന്നില്ല. താൻ ഇന്ന് തീരുമാനിച്ചാൽ 25 പഞ്ചായത്തുകളുടെ ഭരണം LDF-ന് നഷ്ടമാകുമെന്ന വെല്ലുവിളി പി വി അൻവർ ആവർത്തിച്ചു. ഇന്ന് ഞാൻ ഇപ്പൊ ഇവിടുന്ന് തീരുമാനിച്ചാൽ 25 പഞ്ചായത്ത് LDF-ന് കഴിഞ്ഞു പോകും. നിലമ്പൂർ മാത്രമല്ല, ഇനി അത് പാർട്ടിയായിട്ട് ഇങ്ങനെ ഒരു വെല്ലുവിളിക്ക് വരികയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. മലപ്പുറം ജില്ലയിലെ മാത്രം കാര്യം ഞാൻ പറയുന്നത്, അതിലേക്കൊക്കെ പോണോ എന്നുള്ളത് CPM ലീഡർഷിപ്പ് ആലോചിച്ചാൽ മതി. സ്വർണ്ണക്കടത്ത് കേസിൽ എല്ലാം ബോധ്യമായിട്ടും തലയ്ക്ക് വെളിവില്ലാത്തതുപോലെയാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നതെന്ന് അൻവറിന്റെ രൂക്ഷ വിമർശനം. എന്താണ് മുഖ്യമന്ത്രി തലക്ക് വെളിവില്ലാതെ പറയുന്നത്? ഇതിന് തലക്ക് വെളിവില്ലാന്നല്ലേ ഇതിന് പറയാ? ഇതൊരു പ്രപഞ്ച സത്യമായി നിൽക്കല്ലേ, ഒരു കേസും ശിക്ഷിക്കാൻ കഴിയില്ല. പൊതുസമ്മേളനത്തിലെ ജനക്കൂട്ടം നിലമ്പൂരിലെ രാഷ്ട്രീയത്തെ ബാധിക്കില്ലെന്ന് CPI നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി മുജീബ് റഹ്മാൻ 24-നോട് പറഞ്ഞു. അടുത്ത 3 ദിവസത്തെ പൊതുസമ്മേളന പരിപാടികൾ പി വി അൻവർ പ്രഖ്യാപിച്ചു. അൻവറിനെ ശക്തമായി പ്രതിരോധിക്കുമ്പോഴും നീക്കങ്ങളെ ജാഗ്രതയോടെ നേരിടാനാണ് CPM തീരുമാനം. 24 മലപ്പുറം.